All of you are fine, right? Okay, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായി അല്ലേ? അപ്പോൾ കേഴ്സീവ് റൈറ്റിംഗ് ഒക്കെ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എല്ലാവരും. കുറച്ച് പേരൊന്നും ഇതുവരെയും അത് എഴുതിയിടാൻ തുടങ്ങിയിട്ടില്ല. ടീച്ചർ വീണ്ടും പറയാണ്. ടീച്ചർ എപ്പോഴും ഇങ്ങനെ പറയാണ് അല്ലേ? ടീച്ചർ പറയുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ. ഇനി ഏത് സ്കൂളിൽ പോയാലും നമ്മുടെ ഇംഗ്ലീഷിൽ എഴുതുന്ന കേഴ്സീവ് റൈറ്റിംഗ് ആയിരിക്കും വലിയ ക്ലാസ്സിൽ അല്ലേ? 4th വരെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ മിക്കവാറും സ്കൂളുകളിൽ കേഴ്സീവ് റൈറ്റിംഗ് തന്നെയാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത്. നമ്മൾ ഏതുവരെ പഠിച്ചു നോക്കൂ. എ മുതൽ എൽ വരെ നമ്മൾ കണക്ട് ചെയ്ത് എഴുതി പഠിച്ചു അല്ലേ? എ ബി സി ഡി അത് കണക്ട് ചെയ്ത് എഴുതാൻ പഠിച്ചു. ഇ എഫ് ജി എച്ച് അത് കണക്ട് ചെയ്യാൻ പഠിച്ചു. പിന്നെ ഐ ജെ കെ എൽ അത് നമ്മൾ കണക്ട് ചെയ്ത് എഴുതി. ഇന്ന് നോക്കൂ, നമുക്ക് എം എൻ ഒ പി ആദ്യം നമുക്ക് ഓരോ അക്ഷരങ്ങൾ 1 by 1 ആയിട്ട് എഴുതിയതിനു ശേഷം കണക്ട് ചെയ്ത് എഴുതാം. എം എഴുതുന്നുണ്ട് നോക്കൂ. പക്ഷെ എഴുതുന്ന ആൾക്കാരെല്ലാം നല്ല ഭംഗിയായിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ നോക്കുമ്പോഴന്നെ അറിയാം. എൻ ഒ എഴുതുന്നത് നമ്മൾ സി എഴുതുന്ന പോലെ തന്നെ വരിക. ഒ പി അതൊക്കെ 4 അക്ഷരങ്ങൾ കണക്ട് ചെയ്ത് എഴുതുന്ന നോക്കൂ. എം എൻ ഒ പി കണ്ടോ? ഈസി ആയിട്ട് എഴുതാം. ഇനി ഇത്ര അക്ഷരങ്ങൾ എല്ലാവരും ഇതുപോലെ ഓരോ അക്ഷരം നോക്കി സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് ഇത് കണക്ട് ചെയ്ത് എഴുതുകയും ടീച്ചർ അത് നോട്ടിൽ എങ്ങനെയാണ് എഴുതുന്നത് കാണിച്ചു തരാം. ഇംഗ്ലീഷ് നോട്ട് കേഴ്സീവ് റൈറ്റിംഗ് എഴുതുന്ന ബുക്ക് എടുക്കുക. എന്താ ചെയ്യുക, ഇവിടെ റൈറ്റ് ദി ഡേറ്റ് ആൻഡ് ഡേ കഴിഞ്ഞിട്ട് എം എങ്ങനെ എഴുതുന്നു എന്താ നോക്കൂ. നല്ല ഭംഗിയായിട്ട് കണ്ടോ? എം എൻ ഒ പി എന്നിട്ട് അത് കണക്ട് ചെയ്ത് എഴുതുന്നത് എം എൻ ഒ പി. ടീച്ചർ ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. എല്ലാവരും നോക്കൂ. എം എൻ ഒ പി കണക്ട് ചെയ്തിട്ട് എം എൻ ഒ എല്ലാവരും ഇതുപോലെ 5 times നല്ല നീറ്റായിട്ട് എഴുതുക. ഇനി എഴുതാത്ത ആൾക്കാരുണ്ട്, അതാണ് ടീച്ചർ വീണ്ടും പറയുന്നത്. നിങ്ങൾ ആ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ അറിയാം കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് എല്ലാവരും എഴുതിയിടുന്നുണ്ട്. ഇത് എഴുതാത്തവർ വീണ്ടും ഒന്നും തുടങ്ങാം. ടീച്ചർ എ മുതൽ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യാം. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഹൗ ആർ യു ഓൾ? ഫൈൻ. എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചല്ലോ. ഡു യു സെലിബ്രേറ്റ് ഓണം? യെസ്. ടുഡേ വി വിൽ ലേൺ കമ്പ്യൂട്ടർ. Okay, today we will learn a new lesson. Parts of computer. നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ പാർട്സുകളുടെ പേരുകളെല്ലാം അറിയാം. അതിൻ്റെ ഓരോ പാർട്സിൻ്റെ ഉപയോഗം എന്താണ്, ഓരോ ഭാഗത്തിൻ്റെയും ഉപയോഗം എന്താണെന്നാണ് ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹാർഡ് വേർഡ്സ് നോക്കാം. ഹാർഡ് വേർഡ്സിന് ശേഷം ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ. മോണിറ്റർ MONITOR. CPU. കീബോർഡ് KEYBOARD. Mouse MOUSE. Mouse. Okay, ഇനി ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. Lesson 3, Parts of a Computer. Our body is made up of different parts. Each part performs a special function which enables us to do our works. Similarly, a computer has many parts. All these parts work together to help the computer to perform its works. Our body is made up of different parts. നമ്മുടെ ബോഡി എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സുകൾ കൊണ്ട്, വ്യത്യസ്തമായിട്ടുള്ള പാർട്സുകൾ കൊണ്ടാണ് നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഒരുപാട് നമ്മുടെ ബോഡി പാർട്സിൻ്റെ പേരുകളെല്ലാം നിങ്ങൾക്കറിയാം. ഈച്ച് പാർട്ട് പെർഫോം എ സ്പെഷ്യൽ ഫങ്ഷൻ വിച്ച് എനേബിൾ ആസ് ടു ഡു അവർ വർക്ക്സ്. ഇത് നമ്മുടെ ബോഡി പാർട്ട്, ഓരോ ബോഡി പാർട്സിനും ഓരോ ഫങ്ഷനുണ്ട്.
നമ്മുടെ ഇപ്പം ബോഡി പാർട്സ് ഏതൊക്കെയാണ്? കൈകളുണ്ട്, നമുക്ക് കണ്ണുകളുണ്ട്, ചെവികളുണ്ട്, മൂക്കുണ്ട്, നമുക്ക് കാലുകളുണ്ട്. അപ്പോൾ ഓരോ പാർട്ടിനും ഓരോ ഫങ്ഷൻ നമ്മൾ പഠിച്ചു. ബോഡി പാർട്സിൻ്റെ യൂസസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഒരു കമ്പ്യൂട്ടറും വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സിമിലർലി എ കമ്പ്യൂട്ടർ ഹാസ് മെനി പാർട്സ്. അതുപോലെ കമ്പ്യൂട്ടറിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സുകളാണുള്ളത്. ഓൾ ദീസ് പാർട്സ് വർക്ക് ടുഗദർ ടു ഹെൽപ്പ് ദ കമ്പ്യൂട്ടർ ടു പെർഫോം ഇറ്റ്സ് വർക്ക്. അവർ പരസ്പരം ഈ കമ്പ്യൂട്ടറിൻ്റെ പാർട്സുകൾ പരസ്പരം ഒരുമിച്ച് ചേർന്ന് വർക്കുകൾ ചെയ്യുന്നു, കമ്പ്യൂട്ടറിൽ വർക്കുകൾ ചെയ്യുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പാർട്സുകളാണ് അതായത് മോണിറ്റർ, കീബോർഡ്, CPU, മൗസ്. മോണിറ്റർ, കീബോർഡ്, മൗസ് ആൻഡ് CPU ആർ ദ 4 മെയിൻ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഏതൊക്കെയാ? മോണിറ്റർ, കീബോർഡ്, മൗസ്, CPU. മോണിറ്റർ, കീബോർഡ്, മൗസ് ആൻഡ് CPU ആർ ദ 4 മെയിൻ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ മെയിൻ പാർട്സുകളാണ് ഏതൊക്കെ? മോണിറ്റർ, കീബോർഡ്, മൗസ്, CPU. Monitor is also called VDU, Visual Display Unit. It looks like a television. The monitor displays whatever we type with the keyboard on it. The monitor also displays whatever we draw with the mouse. ഈ മോണിറ്ററിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് പറയുന്നത്. മോണിറ്ററിന് പറയുന്ന വേറൊരു പേരെന്താണ്? VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഇറ്റ് ലുക്സ് ലൈക്ക് എ ടെലിവിഷൻ. മോണിറ്റർ എന്തുപോലെയാണ്? ഒരു ടെലിവിഷൻ പോലെയാണ് ഇരിക്കുന്നത്. ദ മോണിറ്റർ ഡിസ്പ്ലേസ് വാട്ട് എവർ വി ടൈപ്പ് വിത്ത് ദ കീബോർഡ് ഓൺ ഇറ്റ്. നമ്മൾ കീബോർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടൈപ്പ് ചെയ്യാനായിട്ട്. ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ ടൈപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ കീബോർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നത് നമ്മൾ എവിടെ കൂടിയാണ് കാണുന്നത്? മോണിറ്ററിൽ കൂടിയാണ് കാണുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ്? മോണിറ്ററിൽ അതിൻ്റെ വിഷ്വൽസ് വരും. ദ മോണിറ്റർ ഓൾസോ ഡിസ്പ്ലേസ് വാട്ട് എവർ വി ഡ്രോ വിത്ത് ദ മൗസ്. അപ്പോൾ നമ്മളെന്താണ്? കീബോർഡ് വഴി നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് മോണിറ്ററിൽ കൂടി കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പിക്ചർ വരയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? മൗസാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ പിക്ചർ വരയ്ക്കുമ്പോൾ അത് നമ്മൾ കാണുന്നത് എവിടെ കൂടിയാണ്? ആ പിക്ചറൊക്കെ കാണുന്നത് മോണിറ്റർ വഴിയാണ് കാണുന്നത്. വി ക്യാൻ ഓൾസോ വാച്ച് മൂവീസ് ആൻഡ് പ്ലേ ഗെയിംസ് ഓൺ ദ മോണിറ്റർ. പിന്നെ എന്താണ് നമ്മൾ മോണിറ്ററിൽ കൂടി നമുക്ക് കാണാൻ പറ്റുന്നത്? മൂവീസ് കാണാൻ പറ്റും. നമുക്ക് കമ്പ്യൂട്ടർ വഴി നമുക്ക് മൂവീസ് കാണാൻ പറ്റുമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? അത് നമ്മൾ എവിടെ കൂടിയാണ് കാണുന്നത്? മോണിറ്റർ വഴിയാണ് കാണുന്നത്. പിന്നെ എന്താണ്? പ്ലേ ഗെയിംസുകൾ കളിക്കുന്നത് മോണിറ്ററിൽ കൂടിയാണ് നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? മൂവീസ് കാണാൻ പറ്റും, അതുപോലെ ഗെയിംസുകൾ കാണാൻ പറ്റും. ഓക്കെ. There are 2 types of monitor, CRT and LCD. മോണിറ്റർ 2 ടൈപ്സ് ആണ് ഉള്ളത്. മോണിറ്റർ എത്ര തരത്തിലുള്ള മോണിറ്ററാണുള്ളത്? 2 തരത്തിൽ. ഏതൊക്കെയാണ്? CRT ആൻഡ് LCD. CRT എന്ന് പറഞ്ഞാൽ പഴയ മോഡലിലുള്ള മോണിറ്റർ. LCD എന്ന് പറഞ്ഞാൽ പുതിയ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള മോണിറ്ററിനെയാണ് എന്ത് പറയുന്നത്? LCD എന്ന് പറയുന്നത്. നമ്മൾ TV-യിലും ഉണ്ടല്ലേ LCD TV. Keyboard. The keyboard is used for typing text, numbers and special characters on the computer. കീബോർഡ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടൈപ്പ് ചെയ്യാനായിട്ട്. ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ ടൈപ്പ് ചെയ്യാനായിട്ടും പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഓൺ ദി കമ്പ്യൂട്ടർ. പിന്നെ വേറെയും സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നു? കീബോർഡ് യൂസ് ചെയ്യുന്നു. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ച് ലെസൺസ് പഠിക്കുമ്പോൾ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് കീബോർഡ് വെച്ച് നമ്മൾ ചെയ്യുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഓക്കെ. എ കീബോർഡ് ഹാസ് മെനി ബട്ടൺസ് ഓൺ ഇറ്റ് വിച്ച് ആർ കോൾഡ് കീസ്. കീബോർഡിലുള്ള ബട്ടൺസിന് നമ്മൾ എന്താണ് പറയുന്നത്? കീസ് എന്നാണ് പറയുന്നത്. ഡിഫറെൻറ്റ് കീസ് ഹാവ് ഡിഫറെൻറ്റ് ഫങ്ഷൻ. എ സ്റ്റാൻഡേർഡ് കീബോർഡ് ഹാസ് 104 കീസ്. ഓരോ കീസിനും ഓരോ ഫങ്ഷനാണുള്ളത്. ഡിഫറെൻറ്റ് കീസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിലെന്താണ്? ഓരോ കീസിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അതുപോലെ എ സ്റ്റാൻഡേർഡ് കീബോർഡ് ഹാസ് 104 കീസ്. ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിന് 104 കീസാണ് ഉള്ളത്. സ്റ്റാൻഡേർഡ് കീബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കീബോർഡ്. അതിന് എത്ര കീസാണുള്ളത്? 104 കീസാണുള്ളത്.
നെക്സ്റ്റ് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU ഫുൾ ഫോം എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. The CPU is the brain of the computer. CPU stands for Central Processing Unit. Whatever is typed through the keyboard or done with the mouse goes to the CPU. The CPU processes it and displays the result on the monitor. The CPU is the brain of the computer. CPU നെ എന്താണ് പറയുന്നത്? കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നാണ് പറയുന്നത്. CPU stands for Central Processing Unit. CPUവിൻ്റെ ഫുൾ നെയിം എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. Whatever is typed through the keyboard or done with the mouse goes to the CPU. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കീബോർഡ് വഴിയും മൗസ് വഴിയൊക്കെ നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് എവിടെ എത്തും? CPU. അത് CPUവിലെത്തും. നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് CPUവിലെത്തും. എന്നിട്ട് എന്താണ്? The CPU process it and displays the result on the monitor. CPUവിൽ എന്താണ് പ്രോസസ്സിങ് നടക്കും. ആ വർക്ക് നടക്കുന്നത് എവിടെയാണ്? CPUവിലാണ് നടക്കുന്നത്. വർക്ക് നടന്നിട്ട് അത് നമുക്ക് മോണിറ്റർ വഴി നമുക്കത് കാണാൻ പറ്റും. Mouse is a pointing device. It is used to point out the items present on the computer screen. Mouse is a pointing device. നമുക്ക് എന്തെങ്കിലും പോയിന്റ് ചെയ്യാനായിട്ട് മൗസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പോയിന്റ് ചെയ്യാനായിട്ട്. It is used to point on the items present on the computer screen. കമ്പ്യൂട്ടർ സ്ക്രീൻ അതായത് മോണിറ്ററിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചൂസ് ചെയ്യാൻ, എന്തെങ്കിലും ഒരു ഐറ്റം നമുക്ക് ചൂസ് ചെയ്യണം. അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ചെയ്യും. പോയിന്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? മൗസ് വെച്ചിട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. The mouse has two buttons on the top and a scroll wheel between them. A long wire attaches the mouse to the CPU. The mouse has two buttons on the top. എന്താണ്? മൗസിന് എത്ര ബട്ടണാണുള്ളത്? 2 buttons. It has 2 buttons on the top. മുകളിലുണ്ട്. പിന്നെന്താണ്? അതിൻ്റെ സ്ക്രോൾ വീൽ ബിറ്റ്വീൻ ദം. ഒരു വീലുണ്ട്, സ്ക്രോൾ വീലുണ്ട് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്ക്രോൾ വീലുണ്ട്. അതെന്താണ് ചെയ്തിരിക്കുന്നത്? എ ലോങ് വയർ അറ്റാച്ചേഴ്സ് ദ മൗസ് ടു ദ CPU. എന്താണ്? ഒരു നീളത്തിലുള്ള ഒരു വയർ അറ്റാച്ച് ചെയ്തേക്കും. എവിടെയാണ്? ദ മൗസ് ടു ദ CPU. മൗസിൽ നിന്നും CPU ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പാർട്ട് ഫ്രം ദീസ് 4 മെയിൻ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ, there are many other parts that help computers to perform in different functions. നമ്മളിപ്പം 4 പാർട്സുകളെ പേരുകൾ പഠിച്ചു, അതിൻ്റെ ഫങ്ഷനും പഠിച്ചു. പിന്നെ അത് കൂടാതെ കമ്പ്യൂട്ടറിന് കുറച്ച് പാർട്സുകളുടെയും ഭാഗങ്ങൾ കൂടിയും ഉണ്ട്. അതിൻ്റെ ഫങ്ഷനും ഉണ്ട് പഠിക്കാനായിട്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്രയും നിങ്ങൾ നന്നായിട്ട് വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. എല്ലാം പഠിക്കുകയും വേണം. ലെസൺ 3 പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. മോണിറ്റർ MONITOR. കീബോർഡ് KEYBOARD. CPU. Mouse MOUSE. Mouse MOUSE. Device DEVICE. Point POINT. Point. അപ്പോൾ നിങ്ങളിത് നീറ്റായിട്ട് നോട്ട്ബുക്കിൽ എഴുതണം. റഫ് നോട്ടിൽ എഴുതി പഠിക്കുകയും വേണം ഹാർഡ് വേർഡ്സ്. ഓക്കെ ചിൽഡ്രൻ, ബൈ. Good morning everyone. How are you? All are fine? Okay, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുവാണല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ച് പഠിക്കാനായിട്ട് റെഡി ആയിട്ട് എല്ലാവരും ഇരിക്കുവാണ്. നമ്മൾ കഴിഞ്ഞ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? പ്രിയാസ് ഡ്രീം ആയിരുന്നു അല്ലേ? സ്റ്റോറി ആയിരുന്നു. പ്രിയയുടെ സ്വപ്നത്തെ കുറിച്ചും അവളുടെ ബർത്ത്ഡേ ഫംഗ്ഷനെ കുറിച്ചൊക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ബാക്കി എന്താണ് സ്റ്റോറി എന്നൊക്കെ നമുക്ക് അറിയണ്ടേ? അപ്പോ പ്രിയ അതൊരു സ്വപ്നം കണ്ടതാണ് എന്നറിഞ്ഞ് ഉണരുന്നു. ഉണർന്നതിന് ശേഷം ഇനി എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കിയാലോ? Okay, all of you take your textbook. Listen here, page number 4 എടുക്കൂ. Listen. Priya reached her school in time
Her red silk dress was ready in the evening. The party room was decorated beautifully. Father came home early with a Mickey Mouse birthday cake. All her friends come in time. Priya happily blew out the candles on her cake. Everyone clapped their hands and sang, "Happy birthday to you! Happy birthday to you! Happy birthday to you, dear Priya! Happy birthday to you!" Then they all ate the cake, the sandwiches, the pastries, and the patties, and drank lemonade. After eating and drinking, they played games. What fun they had! Priya really enjoyed herself. The night Priya told her mother about her dream. She said, "Mother, from today onward I will always be in time." Mother hugged her and said, "Priya, you are a wonderful child." Okay. Listen here. Priya reached her school in time. Her red silk dress was ready in the evening. The party room was decorated beautifully. അപ്പോൾ സ്കൂളിൽ നിന്ന് പ്രിയ കറക്റ്റ് ടൈമിലെത്തി. ഹർ റെഡ് സിൽക്ക് ഡ്രസ് വാസ് റെഡി ഇൻ ദ ഈവനിങ്. അപ്പോൾ വൈകുന്നേരത്തിൽ അവളുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള റെഡ് സിൽക്ക് ഡ്രസ്സ് റെഡിയായി. ദ പാർട്ടി റൂം വാസ് ഡെക്കറേറ്റഡ് ബ്യൂട്ടിഫുള്ളി. അവളുടെ ബർത്ത്ഡേ നടക്കുന്ന ഫംഗ്ഷൻ നടക്കുന്ന പാർട്ടി റൂം വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഫാദർ കെയിം ഹോം ഏർലി വിത്ത് ദ മിക്കി മൗസ് ബർത്ത്ഡേ കേക്ക്. അവളുടെ ഫാദർ വീട്ടിൽ നേരത്തെ തന്നെ എത്തിയല്ലേ. എന്തുകൊണ്ടാണ് വന്നത്? മിക്കി മൗസിൻ്റെ ബർത്ത്ഡേ കേക്കുമായിട്ട് നേരത്തെ എത്തിയിരുന്നു. ഓൾ ഹർ ഫ്രണ്ട്സ് കെയിം ഇൻ ടൈം. അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും അവളെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരും കറക്റ്റ് ടൈമിൽ അപ്പോൾ എത്തി. പ്രിയ ഹാപ്പിലി ബ്ലോ ഔട്ട് ദ കാൻഡിൽസ് ഓൺ ഹെർ കേക്ക്. അവൾക്ക് വളരെ സന്തോഷമായി. അവൾ എന്താ ചെയ്തത്? പ്രിയ സന്തോഷത്തോടെ അവളുടെ കേക്കിൽ വെച്ചിരുന്ന കാൻഡിൽസ് ബ്ലൂ ചെയ്തു. എവ്രി വൺ ക്ലാപ്പ് ദെയർ ഹാൻഡ്സ് ആൻഡ് സാങ്. എല്ലാവരും എന്താ ചെയ്തത്? അവൾ കേക്ക് കട്ട് ചെയ്തപ്പോൾ കാൻഡിൽ ബ്ലൂ ചെയ്തപ്പോൾ എന്താണ്? ക്ലാപ്പ് ചെയ്തല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നല്ലേ. ഓക്കെ, എങ്ങനെയാണ് അവർ ക്ലാപ്പ് ചെയ്തിട്ട് സാങ് പാടിയത്? എന്തായിരുന്നു? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ പ്രിയ, happy birthday dear Priya. Then they all ate the cake, the sandwiches, and the patties and drank lemonade. After eating and drinking they played games. എന്താണ്? കേക്കൊക്കെ കട്ട് ചെയ്തു, പ്രിയയെ എല്ലാവരും വിഷ് ചെയ്തു. അതിനുശേഷം കേക്കൊക്കെ എല്ലാവരും കഴിച്ചു. സാൻഡ്വിച്ചസും പാട്രീസും ഒക്കെ എല്ലാവരും നന്നായി കഴിച്ചു. ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ദേ പ്ലേഡ് ഗെയിംസ്. അവർ ആഹാരം കഴിച്ചു. ഫംഗ്ഷനിൽ വന്ന ആഹാരമൊക്കെ കഴിച്ചു. സന്തോഷത്തോടെ ഇരുന്നു. അവർ കുറച്ച് നേരം കളിക്കുകയായിരുന്നു. വാട്ട് ഫണ്ണി ദേ ഹാഡ്. പ്രിയ റിയലി എൻജോയ്ഡ് ഹെർസെൽഫ്. അവൾക്ക് ഭയങ്കര ഇഷ്ടം. എന്ത് മനോഹരമായ ഒരു ദിവസമായിരുന്നു ഇന്ന് എന്ന് പറഞ്ഞ് അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. That night Priya told her mother about her dream. അവൾ അന്ന് രാത്രിയിൽ പ്രിയ കണ്ട സ്വപ്നത്തെക്കുറിച്ച് അമ്മയോട് പറയുകയുണ്ടായി. എന്താ പറഞ്ഞത്? She said, "Mother, from today onward I will always be in time." Mother hugged her and said, "Priya, you are a wonderful day." അവളുടെ സ്വപ്നത്തെക്കുറിച്ച് അമ്മയോടൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ എന്താണ്? അമ്മ അവളെ
കെട്ടിപ്പിടിച്ചല്ലേ ഹഗ് ചെയ്തിട്ട് പറഞ്ഞു, മകളെ നീയാണ് വണ്ടർഫുൾ ചൈൽഡ്, നീ ഒരു വണ്ടർഫുൾ ചൈൽഡാണെന്ന് പറഞ്ഞു. Okay, all of you look at the blackboard. Listen here. Priya's dream. Priya's dream. അപ്പോൾ നമുക്ക് കുറച്ച് ഹാർഡ് വേർഡ്സ് നോക്കാം കേട്ടോ. നോക്കിയേ, candle, happily, happy birthday, hug. Candle, C-A-N-D-L-E, candle. Happily, H-A-P-P-I-L-Y, happily. Happy birthday, happy, H-A-P-P-Y, happy birthday, B-I-R-T-H-D-A-Y, birthday, happy birthday. Hug, H-U-G-G-E-D, hug. Candle, happily, happy birthday, hug. Okay, all of you take your notebooks. Listen here. Hard words ആണ് കേട്ടോ. Candle, happily, happy birthday, hugged. Candle, C-A-N-D-L-E, candle. Happily, H-A-P-P-I-L-Y, happily. Happy birthday, H-A-P-P-Y, happy. Birthday, B-I-R-T-H-D-A-Y, birthday, happy birthday. Hugged, H-U-G-G-E-D, hug. Once more to read. Candle, happily, happy birthday, hugged. അപ്പോൾ ഇതുപോലെ ലൈൻ ടച്ച് ചെയ്ത് ലൈനിൽ നിന്ന് വിട്ടുപോകാതെ നീറ്റായിട്ട് പെൻസിൽ യൂസ് ചെയ്ത് എഴുതുക. 5 times ആണ് എഴുതാനുള്ളത്. അപ്പോൾ എഴുതി ടീച്ചറിനെ നോട്ട്സ് കാണിക്കുക. ഓക്കെ, നമ്മൾ ഹിന്ദിയിൽ പഠിക്കേണ്ടത് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ആ കീ മാത്ര. ടുഡേ പഠിക്കേണ്ടത് എന്താണ്? ഈ കീ മാത്ര. ഈ കീ മാത്രയാണ് നമ്മൾ പഠിക്കേണ്ടത്. ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് എഴുതണം. ശ്രദ്ധിച്ച് എഴുതുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് മാത്ര. കേട്ടോ, നമുക്ക് വലിയ ക്ലാസ്സിലായാലും ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതുണ്ടെങ്കിലേ ഒരു വേർഡ്സ് പൂർണ്ണമാവുള്ളൂ. തെറ്റാതെ എഴുതാനും വായിക്കാനും പഠിക്കാനും പറ്റുള്ളൂ. കേട്ടോ, വായിക്കാൻ പറ്റുന്നത് മാത്രം എഴുതുന്നത് ശരിയായിട്ട് എഴുതിയില്ലെങ്കിൽ നമുക്ക് വായിക്കാൻ അക്ഷര തെറ്റ് വരും. എഴുതുന്നത് ശരിയായിരിക്കണം, അതിന് മാത്രം അറിഞ്ഞിരിക്കണം. കേട്ടോ, യെസ്. അപ്പോൾ വായിക്കാം. എല്ലാവരും ബ്ലാക്ക് ബോർഡിൽ നോക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ഈ കീ മാത്ര, ഈ കീ മാത്ര. ഓക്കെ, ഈ മാത്ര പ്ലസ് ദ പ്ലസ് ല എങ്ങനെ വായിക്കും? ദിൽ. ഓക്കെ, ദിൽ. ഈ മാത്ര ദ ല വായിക്കുന്നത് ദിൽ. ചേരുമ്പോൾ എങ്ങനെ എഴുതാം? ദിൽ. ഉണ്ടല്ലോ, ദിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലോ. ഈ മാത്ര ദ ന, ദിൻ. ഈ മാത്ര സ താ, താടെ താ എഴുതിയിട്ട് ആ മാത്ര എഴുതിയിരിക്കുന്നു. അപ്പോൾ വായിക്കുന്നത് താ. ര ഉണ്ടല്ലോ, ര വായിക്കുന്നത് എങ്ങനെയാ? സിതാർ, സിതാർ, സിതാർ. അപ്പൊ എന്തൊക്കെയാ എഴുതിയത് നമ്മൾ? ദിൽ, ദിൻ, സിതാർ. പിരിച്ചെഴുതിയിരിക്കുന്നത് മനസ്സിലാക്കുക എങ്ങനെയാണെന്ന്. ഉണ്ടല്ലോ, ഈ മാത്ര ദ ന ദിൽ, ഈ മാത്ര ദ ന ദിൻ, ഈ മാത്ര സ താ, തായില് മാത്ര ആ മാത്രയുണ്ട്. ഉണ്ടല്ലോ, അപ്പോൾ വായിക്കുന്നത് എങ്ങനെയാണ്? താ. ര എങ്ങനെ വായിക്കും? സിതാർ. ഓക്കെ, ക്ലിയർ. നമുക്കിനി ടെക്സ്റ്റ് വായിക്കാം. चित्रों को ऑल ऑफ यू टेक योर टेक्स्ट पेज नंबर 14. चित्रों को उनके नाम से मिलाइए.
മാച്ച് ദ ഫോളോയിങ് ആണ്. ചിത്രം നോക്കിയിട്ട് ഇവിടെ വേർഡ്സ് പറഞ്ഞിരിക്കുന്നു. ചർണ, തബല, ഗാസർ, അനാർ. ചിത്രോം കോ ഉൻകെ നാം സെ മിലായിയെ. മാച്ച് ചെയ്യണം കേട്ടോ. യെസ്. ദെൻ ഹോംവർക്കാണ്, ടെക്സ്റ്റ് ഹോംവർക്കാണ്, ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുക. चित्रों का पहला अक्षर लेकर उसमें आ की मात्रा जोड़कर शब्द बनाइए. ചിത്രം തന്നിട്ടുണ്ട്, അതിലെ ആദ്യത്തെ അക്ഷരങ്ങൾ നോക്കി ഇവിടെ എഴുതുക. ഫസ്റ്റ് വൺ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നു ആം. ദെൻ ഇവിടെ എഴുതി അത് ചിത്രം നോക്കി മനസ്സിലാക്കി. चित्रों का पहला अक्षर लेकर उसमें आ की मात्रा जोड़कर ശബ്ദ ബനായിയെ. അത് മനസ്സിലായോ എന്താന്ന് പറഞ്ഞത്? അനാർ അല്ലേ? അനാർ ആ, മച്ചലി മാ. കണ്ടോ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതേ നോക്കി ആം എന്നിവിടെ എഴുതുക. ദെൻ നോക്കൂ തർബൂസ് അല്ലേ? തർബൂസ് ലഡു. അപ്പോൾ എങ്ങനെയാ? ത ആ മാത്ര ചേർത്ത് ദെൻ ലാ എഴുതുമ്പോഴത്തേക്ക് ഇവിടെ ഫസ്റ്റ് ലെറ്റർ ലാ വരുമ്പോഴത്തേക്ക് എന്താണ്? താൽ. ദെൻ ചടി തബല. ചടി തബല. ചടി ഛ ദെൻ തബല. അപ്പോൾ ആ മാത്ര ചേർത്ത് എഴുതുമ്പോൾ ചാത്ത്. ദെൻ रचनात्मक गतिविधि आ की मात्रा वाले चित्रों में रंग भरिए. ആ മാത്ര ഉള്ള ഏത് പിക്ചറാണ് ഇവിടെ ഉള്ളത് എന്ന് നോക്കിയിട്ട് ആ പിക്ചർ മാത്രം കളർ ചെയ്താൽ മതി. ക്രയോൺസ് ഉപയോഗിച്ച് കളർ ചെയ്യണം. നീറ്റായിട്ട് എഴുതി കളർ ചെയ്ത് വാട്സപ്പ് ചെയ്ത് തരണം. ആ മാത്രമുള്ള ഏത് വേർഡാണ് ഉള്ളത്? ഏത് പിക്ചറാണ്? ഗാജർ. അതാണ് ഗാജർ അല്ലേ? ക്യാരറ്റ് അല്ലേ? യെസ്. അപ്പോൾ അത് കളർ ചെയ്യുക. നീറ്റായിട്ട് കളർ ചെയ്ത് എഴുതി നീറ്റായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ. നോട്ട്ബുക്ക് റൈറ്റ് ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ. ദെൻ ഈ കി മാത്ര. ഈ കി മാത്ര ടീച്ചർ ബോർഡിൽ എഴുതിയിട്ട് വായിപ്പിച്ചായിരുന്നു. ശ്രദ്ധിച്ചു എല്ലാവരും അല്ലേ? യെസ്, അതാണ് എഴുതുന്നത്. ടെക്സ്റ്റിൽ പേജ് നമ്പർ 17. പേജ് നമ്പർ 17. ടെക്സ്റ്റ് പേജ് നമ്പർ 17 ആണ് കേട്ടോ. ഓക്കെ, ഇത് നോക്കിയേ. ഈ മാത്ര ദ ല വരുമ്പോൾ ദിൽ. ഈ മാത്ര ദ ന ദിൻ. ഈ മാത്ര സ താ. തായുടെ ആ മാത്ര എഴുതണം. എഴുതുമ്പോഴത്തേക്ക് താ എന്ന് വായിക്കും. ദെൻ ര സിതാർ. എങ്ങനെയാണ് വായിക്കുന്നത് എഴുതുന്നത്? വാക്ക് വരുന്നത് സിതാർ. അതേപോലെ മാത്രം ഉപയോഗിച്ച് എഴുതിയിരിക്കുവാണ് ഓരോ അക്ഷരങ്ങൾ ഉണ്ടല്ലോ. ശ്രദ്ധിച്ച് എഴുതുക. ഈ മാത്ര ഖ ല സമം ഡാഷ് ഫില്ലപ്പ് ചെയ്യണം. ഈ മാത്ര മ ല ഡാഷ് ഫില്ലപ്പ് ചെയ്യുക. ഇതെങ്ങനെ വായിക്കും എന്ന് പറഞ്ഞേ? കിൽ അല്ലേ? യെസ്. ദെൻ മിൽ. ദെൻ ഈ മാത്ര പ ര ഫിർ. ഈ മാത്ര ഛ ല ചിൽ. ഛ ഈ മാത്ര വ ചവി. ദെൻ ക ഈ മാത്ര വ കവി. ഗ ഈ മാത്ര ത ഗതി. ഈ മാത്ര ഖ ര ഖിർ. ഇത്രയും നീറ്റായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ. ശ്രദ്ധിച്ച് മാത്രം ശ്രദ്ധിച്ചെഴുതണം. അക്ഷരങ്ങളും ശ്രദ്ധിച്ചെഴുതുക. ഓക്കെ.